ഹലോ ഗേസ്, ഇതാണ് തലക്കാവേരി ക്ഷേത്രം. നമ്മളിങ്ങനെ ഈ നടവഴി കയറി ചെല്ലുമ്പോൾ ക്ഷേത്രം കാണാൻ പറ്റാത്ത വിധം കോടമഞ്ഞ് പുതച്ച് കിടക്കുകയാണ്. ഈ വിധം മഞ്ഞ് മൂടിക്കിടക്കുന്ന തലക്കാവേരി ക്ഷേത്രം നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ തലക്കാവേരി ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ മഴയും മഞ്ഞുമുള്ളപ്പോൾ പോകണം. കാഴ്ചകൾ അത്ര മനോഹരമാണ്. പിന്നെ ഈ കോടമഞ്ഞിലൂടെയുള്ള നടത്തം അതിലും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കുടക് മലനിരകൾക്ക് മുകളിലെ കോടമഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന തലക്കാവേരി ക്ഷേത്രം. തലക്കാവേരിയിലേക്ക് പുറപ്പെടുമ്പോൾ തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. കുടക് മലനിരകളിലേക്ക് പ്രവേശിച്ചതോടെ ചാറ്റൽ മഴ ശക്തമായി പെയ്യാൻ തുടങ്ങി. അടിപൊളി മഴ. പുറത്തെ കാഴ്ചകളൊന്നും കൃത്യമായി കാണാൻ പറ്റുന്നില്ല. കുറേ ദൂരം പോയപ്പോൾ വണ്ടി ചെറിയൊരു അങ്ങാടിയിലേക്ക് പ്രവേശിച്ചു. ബ്രഹ്മഗിരി കുന്നുകളുടെ താഴ്വാരത്തിലുള്ള ഭാഗമണ്ഡല എന്ന മലയോര പട്ടണമാണ് ഇത്. മഴയിൽ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുകയാണെന്ന് തോന്നുന്നു. റോഡാകെ താറുമാറായി കിടക്കുകയാണ്. മഴ പെയ്ത് വെള്ളം നിറഞ്ഞതോടെ റോഡ് ഏതാണ്, ഡ്രെയിനേജ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പേടിച്ചാണ് വണ്ടി മുന്നോട്ടെടുത്തത്. ഇവിടെയുള്ള വല്ല കുഴിയിലും താണുപോയാൽ ഈ മഴയത്ത് പെട്ടുപോയി തന്നെ. മഴ കുറയുന്ന യാതൊരു ലക്ഷണവുമില്ല. തകർത്ത് പെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ സൈൻ ബോർഡുകളൊന്നും തന്നെ വായിക്കാനും പറ്റുന്നില്ല. ഭാഗമണ്ഡല കഴിഞ്ഞാൽ പിന്നെ കയറ്റമാണ്. മുകളിലേക്ക് തലക്കാവേരിയിലേക്കുള്ള മലകയറ്റം. ഏതാണ്ട് ചുരത്തിന് സമാനമായ റോഡിലൂടെയാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. വഴിയിൽ ജനവാസ കേന്ദ്രങ്ങളൊന്നും തന്നെയില്ല. അങ്ങനെ മല കയറി ഞങ്ങൾ തലക്കാവേരിയിലെത്തി. മഴയ്ക്ക് അല്പം ശമനമുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം സമുദ്രനിരപ്പിൽ നിന്നും 4187 അടി ഉയരത്തിലാണെന്ന് വിക്കിപീഡിയ പറഞ്ഞു. മഴയും കോടമഞ്ഞുമുള്ളതിനാൽ 100 മീറ്ററിനപ്പുറം ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ കാണുന്ന കോടമഞ്ഞിനുള്ളിലാണ് തലക്കാവേരി ക്ഷേത്രം. ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് നടന്നു കയറണം. ചാറ്റൽ മഴയത്തേക്കിറങ്ങി തലക്കാവേരി ക്ഷേത്രം ലക്ഷ്യം വെച്ച് നടന്നു. മഴയിൽ നിന്നും രക്ഷ നേടാനായി ഓട്ടോ പിടിക്കുന്നവരും ഓടിപ്പോകുന്നവരുമെല്ലാം വഴിയിലാകെ കാണാമായിരുന്നു. സഞ്ചാരികളിലധികവും മഴ നനഞ്ഞാണ് ക്ഷേത്രത്തിലേക്ക് വരികയും പോവുകയുമൊക്കെ ചെയ്യുന്നത്. പാർക്കിംഗ് പോയിന്റിൽ വണ്ടി നിർത്തി നമ്മൾ അല്പദൂരം മുന്നോട്ട് നടന്നാൽ ആദ്യം എത്തുന്നത് ഈ മനോഹരമായ ക്ഷേത്ര കവാടത്തിലാണ്. ഇവിടെ ചെരുപ്പഴിച്ചു വെച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. മഴയായതിനാലാവണം സഞ്ചാരികൾ നന്നേ കുറവാണ്. കുറച്ചുപേർ ഈ ചാറ്റൽ മഴയൊക്കെ ആസ്വദിച്ച് കുട്ടികളടക്കമുള്ള ചെറിയ സംഘങ്ങളായിട്ട് ക്ഷേത്രത്തിൽ നിന്നും തിരികെ വരുന്നത് കാണാം. ഊട്ടിയിലോ കാശ്മീരിലോ ഒക്കെ പോയതുപോലെ തലക്കാവേരിയിലും ഇങ്ങനെ കോടമഞ്ഞ് പുതച്ച് കിടക്കുന്ന ഒരു അന്തരീക്ഷം ലഭിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അല്പം മഴയൊക്കെയുള്ള സമയത്ത് തലക്കാവേരിയിലേക്ക് പോകണം. എങ്കിൽ മാത്രമേ ഈ വിധത്തിലുള്ള കോടമഞ്ഞും മഴയുമൊക്കെയുള്ള ഈ മനോഹരമായ അന്തരീക്ഷം നമുക്ക് അനുഭവിക്കാൻ കഴിയൂ. കോടമഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന തലക്കാവേരിയുടെ ദൃശ്യങ്ങൾ ചെറുതായി കണ്ടു തുടങ്ങി. ഗോപുരത്തിൽ സ്ഥാപിച്ച ക്ഷേത്രമണിയുടെ താഴെ വേലിക്കെട്ടുകളാൽ സംരക്ഷിച്ചു നിർത്തിയ ചെറിയൊരു കുളത്തിനരികത്തേക്കാണ് നമ്മൾ ആദ്യം എത്തുന്നത്. ഇവിടെയാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത് എന്നാണ് വിശ്വാസം. മഴയായതിനാൽ കുളം നിറയെ ജലമാണ്. ഒരിക്കലും വറ്റാത്ത നീരുറവയാണ് ഈ കുളം. ഈ കുളത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന കാവേരി നദി ഭൂഗർഭത്തിലൂടെ ഒഴുകി കുറച്ചകലെയായി വീണ്ടും പുറത്തു വന്ന് താഴേക്ക് ഒഴുകുകയാണെന്നാണ് തലക്കാവേരിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിശ്വാസം.
വിശ്വാസികൾ പവിത്രമായി കരുതുന്ന ഈ കുളത്തിൽ പൂജകളും മറ്റും നടന്നു വരുന്നു. കുളത്തിന് മുന്നിലെ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് ചെന്നാൽ ക്ഷേത്രമുറ്റത്ത് എത്താം. ഈ ചാറ്റൽ മഴയിൽ മഞ്ഞിൽ പുതച്ച് കിടക്കുന്ന തലക്കാവേരി ക്ഷേത്രം അടിപൊളി കാഴ്ചയാണ്. മിനുസമുള്ള കല്ലുകൾ പാകി മനോഹരമാക്കിയ ക്ഷേത്രമുറ്റം. ഇവിടെ എത്തുന്നവർക്ക് വിശ്രമിക്കാനും മഴ കൊള്ളാതെ കയറിയിരിക്കാനുമൊക്കെയായി വശങ്ങളിൽ മേൽപ്പുരയോട് കൂടിയ മണ്ഡപങ്ങളുണ്ട്. ക്ഷേത്രമുറ്റത്തിന് നടുവിലായി ശ്രീകോവിൽ. തലക്കാവേരിയുടെ സൗന്ദര്യം ശരിക്കും ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഈ വിധം ചാറ്റൽ മഴയും കോടമഞ്ഞുമുള്ളപ്പോൾ തന്നെ വരണം. അത്യാവശ്യം മഴ നനയാൻ തയ്യാറാവുകയും വേണം. ബ്രഹ്മഗിരി മലനിരകളിലെ മഴയും കോടയും നനഞ്ഞ് ഈ നടുമുറ്റത്തൂടെ ഇങ്ങനെ നടക്കണം. ഇടയ്ക്ക് ഈ നടപ്പന്തലിൽ വെറുതെ ഇരിക്കണം. പിന്നെ മഞ്ഞിലൂടെ കടന്നു പോകുന്ന സഞ്ചാരികളെയും വിശ്വാസികളെയും ഈ ക്ഷേത്രത്തെ തന്നെയും നോക്കിയിരിക്കണം. മഴ നനഞ്ഞ് കോടമഞ്ഞിലൂടെ പിന്നെയും പിന്നെയും സഞ്ചാരികൾ വന്നുകൊണ്ടിരുന്നു. തലക്കാവേരി ക്ഷേത്രം കർണാടകയിലാണെങ്കിലും ഇവിടെ എത്തുന്ന സഞ്ചാരികളിൽ ബഹുഭൂരിപക്ഷവും മലയാളികളാണ്. അപ്പോൾ ക്ഷേത്രത്തിന് മുന്നിലെ പൂജാമണികൾ മുഴങ്ങി. വിശ്വാസികൾ ശ്രീകോവിലിന് മുന്നിൽ തൊഴുതു നിന്നു. ഞാൻ ക്ഷേത്രമുറ്റത്തു നിന്നും കുളക്കരയിലേക്ക് നടന്നു. ക്ഷേത്രം സന്ദർശിച്ച സഞ്ചാരികൾ കൂട്ടത്തോടെ കുളക്കരയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. കുളത്തിന് ചുറ്റുമുള്ള കൽപ്പടവുകളിലൂടെ സഞ്ചാരികൾക്കൊപ്പം ഞാനും നടന്നു. കുറേ നേരം കൂടി ആ കോടമഞ്ഞിൽ നോക്കിയിരുന്ന ശേഷം ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചു നടന്നു. 2020 സംഭവിച്ച ദാരുണമായ മണ്ണിടിച്ചിലിൽ തകർന്നുപോയ റോഡാണിത്. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ക്ഷേത്രത്തിൽ നിന്നും 200 മീറ്റർ മാറിയാണ് അതിദാരുണമായ ഈ മണ്ണിടിച്ചിൽ സംഭവിച്ചത്. തിരികെ വണ്ടി നിർത്തിയ ഇടത്ത് എത്തി. നേരത്തെ തുറന്നുവെച്ച പെട്ടിക്കടകളിൽ ഭൂരിഭാഗവും അടച്ചിരിക്കുന്നു. അവസാനത്തെ സഞ്ചാരികളുടെ വണ്ടിയും മലയിറങ്ങി പോകുന്നത് ദൂരെ കാണാമായിരുന്നു. ബ്രഹ്മഗിരി കുന്നുകളിൽ ഇരുട്ട് വീഴാൻ തുടങ്ങി. ഇനി മലയിറങ്ങണം. കോടമഞ്ഞിലെ തലക്കാവേരി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സന്ദർശിക്കുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.